വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. കുട്ടി കുളിച്ച കുളത്തിലെ ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും. കുളം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ 2 സഹോദരങ്ങളും ഒരു സഹപാഠിയും പനി ബാധിച്ച് ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് ഇന്നലെ രാത്രിയോടെ ഫലം വന്നു. അതോടുകൂടി കൂടുതൽ പരിശോധനയിലേക്ക്, ജാഗ്രതയിലേക്ക് കടന്നിരിക്കുകയാണോ? എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? സുജയ പാർവതി, ഗുഡ് മോർണിംഗ്. അതായത് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് 5 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അതിൽ 4 പേരും കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് മരിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ആ കുട്ടി കുളിച്ച കുളത്തിൻ്റെ ദൃശ്യങ്ങൾ. കുട്ടിയുടെ വീടിനോട് ചേർന്ന അതിമനോഹരമായ ചെറിയൊരു കുളമാണ്. ആ കുളം കണ്ടാൽ തന്നെ ആർക്കും കുളിക്കാൻ തോന്നും. അത്രയും കണ്ണീര് പോലെ കിടക്കുന്ന, തെളിഞ്ഞു കിടക്കുന്ന ചെറിയൊരു കുളം. ആ കുളത്തിലാണ് കുട്ടി കുളിച്ചതെന്ന് പറയുന്നു. ആ കുളത്തിൽ നിന്നാണ് അമീബ, ഈ ബാക്ടീരിയ കുട്ടിയുടെ മൂക്ക് വഴി തലച്ചോറിലെത്തി അത് പനിയായി മാറുന്നു. അങ്ങനെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് കുട്ടിക്ക് പനി കൂടിയതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ പനി കുറയുന്നില്ല. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി കുട്ടി മരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണകാരണം സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് നീന്തൽ കുളങ്ങൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അതായത് കുളങ്ങൾ, നീന്തൽ കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് തലച്ചോറിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ വർഷങ്ങളായി, കാലങ്ങളായി ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങളാണ് ഇതൊക്കെ തന്നെ. നാട്ടിൻ പ്രദേശത്തെ കുളങ്ങളാണ്. അങ്ങനെ ഈ കുട്ടിയും, അനയ എന്ന് പറയുന്ന 9 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയും ആ കുളത്തിൽ കുളിച്ചിരുന്നു എന്ന് പറയുന്നു. ആ കുട്ടിയുടെ 2 സഹോദരങ്ങളും ഈ കുളത്തിൽ കുളിച്ചിരുന്നു. നാട്ടുകാരും കുളിക്കുന്ന കുളമാണ്. അങ്ങനെ ഈ കുട്ടിയുടെ 2 സഹോദരങ്ങൾക്കും ഒപ്പം തന്നെ 2 സഹപാഠികൾക്കും ഒരു ബന്ധുവിനും പനി ഉണ്ടായിരുന്നു. പക്ഷേ ആ പനികളൊക്കെ തന്നെ വൈറൽ ഫീവർ ആണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അവരുടെ ആരോഗ്യനില തൃപ്തികരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെത്തി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ കുളത്തിൽ നിന്ന് സാമ്പിളൊക്കെ തന്നെ ശേഖരിച്ച് ഇത് തന്നെയാണ്, അമീബയുടെ സാന്നിധ്യം തന്നെയാണ് ഈ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കുളത്തിലിറങ്ങി ആരും കുളിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവായ നിർദ്ദേശം, നീന്തൽ കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ, വെള്ളം തുടർച്ചയായിട്ട് ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, ആ സ്ഥലങ്ങളൊക്കെ തന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് മൂക്കിലൂടെയാണ് ഈ അമീബ ബാക്ടീരിയ ഈ തലച്ചോറിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. സുജയ, കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ജലാശയങ്ങൾ, അതിൽ നിന്ന് വരുന്ന ഒരു അസുഖമാണ് എന്നത്, ജലജന്യമാണ്, അല്ലെങ്കിൽ അമീബയുടെ സാന്നിധ്യം അത് ഉണ്ടായിരുന്നു എന്നതാണ്. തെളിനീര് പോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആ തെളിനീരിനുള്ളിൽ അത് ഒരു മരണവാഹിയായ ഒരു അമീബയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 9 വയസ്സുകാരിയാണ് മരിച്ചത്. സഹോദരങ്ങളും സഹപാഠിയും ഒക്കെ ഇപ്പോൾ പനി ബാധിച്ച് ചികിത്സയിലുമാണ്. സിനോജാണ് അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം ചേർന്നത്.